നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലുശ്ശേരിയിൽ നിന്ന്. എല്ലാവർക്കും നമ്മുടെ വൈദ്യഹസ്തയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു സുദിനം നേരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ജീവിത ശൈലി വിചിന്തനം ആണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ ജീവിത ശൈലി വിചിന്തനം അതന്നെ നമുക്ക് തുടരാം. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഒരു പുതിയ കുഞ്ഞ് ജനിച്ചു ശരിയാണ്. അപ്പോൾ അതിനെ നോക്കണമെങ്കിൽ ഇപ്പോൾ കുളിപ്പിക്കാനും പിടിക്കാനൊക്കെ നമ്മൾ സാധാരണ വെന്ത വെളിച്ചെണ്ണയിൽ കരിഞ്ജീരകം ഇട്ടാണ് നിറയെ തേപ്പിക്കുക. അപ്പോൾ അഭ്യംഗം ആചരേൻ നിത്യം എന്ന് പറയുന്നുണ്ട്. അത് ശിരശ്രവണ പാദേഷുതം വിശേഷണ ശീലയെന്ന് പറയുന്നുണ്ട്. ശിരസിലും ശ്രവണത്തിലും പാദത്തിലും. അപ്പോൾ ഇത്രയും ഭാഗം എന്തിനാണ് നമ്മൾ ശ്രവണത്തിൽ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഉത്തമാംഗത്തിലെ വാദസ്ഥാനമായിട്ടാണ് ചെവി പറഞ്ഞേക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം, മഞ്ഞുകാലത്ത് തണുപ്പ് കാലത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വയനാട് പോലുള്ള അല്ലെങ്കിൽ ഇടുക്കി പോലത്തെ മൂന്നാർ പോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മഫ്ലർ മങ്കി ക്യാപ്പൊക്കെ ഇടും. അതുപോലെ തലയെക്കെട്ട് കെട്ടും. ആ തലയെക്കെട്ട് കെട്ടി ചെവിടടച്ച് കെട്ടിക്കഴിഞ്ഞാൽ തണുപ്പ് അറിയില്ല. അപ്പോൾ അത് കാരണം ഉത്തമാംഗത്തിലെ വാദസ്ഥാനമാണ്. മാത്രമല്ല, പണ്ടൊക്കെ നമുക്ക് ബാത്റൂമിലത്തെ കുളിയല്ല, പുഴയിലത്തെ മുങ്ങിക്കുളിയാണ്. അപ്പോൾ നമ്മൾ ചെവിയിലെ എണ്ണ തുളിക്കുന്ന സമയത്ത് മുങ്ങിക്കുളിക്കുമ്പോൾ ചെവിക്കകത്ത് വെള്ളം കയറാണ്ടിരിക്കാനും ഒരു പരിധി വരെ ഇത് സഹായിക്കുന്നുള്ള. അങ്ങനെ കുട്ടികളെ തേപ്പിക്കുന്നത് കരിഞ്ജീരകം ഇട്ട് അത് മുടിക്ക് കളറ് വരാൻ സഹായിക്കും. കരിഞ്ജീരകത്തിന് പിന്നെ വളരെയധികം നമ്മുടെ ഖുറാനിലൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് ബ്രോഡ് സ്പെക്ട്രം ഒരു മരുന്നായിട്ടാണ് കരിഞ്ജീരകത്തിന് പറയണത്. നല്ലൊരു നെർവൈൻ ടോണിക്കാണ്. പിന്നെ ഉള്ളിൽ കഴിക്കുന്ന സമയത്ത് ലിവർ ഫങ്ഷൻ വളരെ നന്നായി സഹായിക്കും. വയറിനെ സംബന്ധിച്ച് അസുഖം ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മുടിക്ക് കളറുണ്ടാവാൻ കേശ്യമായിട്ടുള്ളതാണ് അതൊക്കെ. അതുപോലെ നമ്മൾ ഈ കരിഞ്ജീരകം മൂപ്പിച്ച എണ്ണ വെന്ത വെളിച്ചെണ്ണ നമ്മളെ തലയ്ക്ക് തേപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഈ വിദേശികളൊക്കെ എന്താ വെച്ചാൽ ഒലിവ് ഓയിലൊക്കെയാണ് തേപ്പിക്കുക. അതിന് വേണ്ട നമ്മൾ ഈ വെർട്ടെക്സ് നേരെ മൂർധാവ് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ഈ ലോക്കൽ ഭാഷയിൽ പതപ്പ് എന്ന് പറയും, ഒരു ചെറിയൊരു ഒരു കുഴി പോലെ കാണാം. അവിടെ നമ്മൾ തലയ്ക്ക് എണ്ണ പൊത്തുക എന്നാണ് പറയുക. തലയിൽ ഒരു സ്പൂൺ എണ്ണ എടുത്തിട്ട് മൂർധാവിൽ ഇങ്ങനെ തലയിൽ എണ്ണ പൊത്തുകയാണ്. അത് ആവണക്കെണ്ണയാണ് വേണ്ടത്. ആവണക്കെണ്ണയ്ക്ക് ഈ പറഞ്ഞ മാതിരി ഈ മുടി തിക്കായി വരാനുള്ളൊരു കഴിവ് ആവണക്കെണ്ണയ്ക്കുണ്ട്. അപ്പോൾ ഈ വെന്ത വെളിച്ചെണ്ണയും എൻ്റെ ഒരു 1/3 ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല, ജസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ട് തേച്ച് കുളിപ്പിക്കുക ചെയ്യുക. കുളിപ്പിക്കുമ്പോൾ കുട്ടികളെ കുളിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഒഴിഞ്ഞ് കുളിപ്പിക്കണം. കാരണം അവർക്കൊരു ഷേപ്പ് വരണം. അതായത് ഈ ബോഡി കാലിനും കൈക്കൊക്കെ നല്ല സർക്കുലേഷൻ വന്നിട്ട് ചില കുട്ടികളുടെ കാലൊക്കെ വളഞ്ഞെടുക്കണതാണ്. അത് തീരെ നടക്കൂല്ല, ഒന്നുമില്ല. അതിന് മര്യാദയ്ക്കുള്ള എണ്ണ തേപ്പിക്കലും ഇല്ല. അപ്പോൾ ആ എണ്ണ തേപ്പിക്കുന്ന സമയത്ത് വേണ്ട എന്താ വെച്ചാൽ ഈ കാലിലേക്കൊക്കെ നല്ലോണം, പ്രത്യേകിച്ച് വാദസ്ഥാനമാണല്ലോ കാല് എന്ന് പറയണത്. അപ്പോൾ കാലിൽ അസ്ഥിവാരം കിട്ടണത്തില്ലേ, നമ്മുടെ ഫൗണ്ടേഷന് ബലം ഉണ്ടാവണമല്ലോ. അപ്പോൾ കാലൊക്കെ നല്ലോണം, അന്ന് പണ്ടൊക്കെ ആണെങ്കിൽ പാളയിൽ കിടത്തിയിട്ടേ നല്ല പച്ച പാള വെട്ടിയിട്ട് വലിയ വീതിയുള്ള പാളയിൽ വെട്ടിയിട്ട് ആയിൽ കിടത്തിയിട്ടാണ് ഉഴിഞ്ഞ് കുളിപ്പിക്കുക കുട്ടികളെ. പിന്നെയാണ് നമ്മൾ കുട്ടികളെ മടിയിൽ ഇരുത്തിയിട്ട് ഉഴിയൊക്കെ ചെയ്യുക. മാത്രമല്ല, ഈ തലയ്ക്ക് ഒഴിക്കണ വെള്ളം അതിന് ആലില, നമ്മുടെ താലി ചെയിനില്ലേ, താലി ചെയിൻ്റെ ഒരു ഷേപ്പിൽ ശ്രീകൃഷ്ണൻ കിടക്കുന്ന ഒരു ആലിൻ്റെ ആലിലിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം, തീരെ ചൂട് വേണ്ട, തലയ്ക്ക് ഒഴിക്കേണ്ട വെള്ളം. അതേപോലെ കവുങ്ങിൻ്റെ കൂമ്പാള എന്ന് പറയുമ്പോൾ ഒരു ബോട്ട് പോലെ ഒരു സാധനം ഉണ്ടല്ലോ, പൂക്കുല മൂടിക്കണം, കവുങ്ങിൻ്റെ പൂക്കുല മൂടിക്കണം. അതൊക്കെ ഇട്ടിട്ട് നമ്മൾ തലയിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ടോൺസിലൈറ്റിസ് പോലെ ഇറക്കത്താഴ്ച ഉണ്ടാവില്ല. ടോൺസിലൈറ്റിസ് ഒന്നും കുട്ടികൾക്ക് വരാതിരിക്കാൻ വളരെ സഹായകമാവുമെന്ന് നമ്മുടെ ഗുരുനാഥന്മാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അവരറിവ് ഞാൻ ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ കുട്ടികൾ വളർന്നു കഴിയുന്ന സമയത്ത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, 4 വയസ്സ് വരെ അമ്മയുടെ മുലപ്പാൽ കുടിക്കണം എന്നാണ്. പശുക്കുട്ടിയെ കണ്ടിട്ടുണ്ടോ? ആദ്യത്തെ കുറച്ച് ദിവസം അതിൻ്റെ കൊളസ്ട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട്. ആ കൊളസ്ട്രോൾ അതിന് ആരോഗ്യം ഉണ്ടാവാൻ ആ പാല് നല്ലോണം കുടിച്ചിട്ടത് തുള്ളിച്ചാടി കളിക്കണം. അപ്പം നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തുള്ളിച്ചാടി കളിക്കാൻ അറിയില്ല, കിടന്നടുപ്പന്ന് ഈ കളി കളിക്കുള്ളൂ. ഈ കളി കളിക്കുന്നത് എന്തിനാ വെച്ചാൽ നട്ടലിന് ബലം വരാൻ വേണ്ടിയാണ്. അങ്ങനെ നട്ടലിന്, അതായത് നമ്മളെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് നട്ടലിൻ്റെ ബാക്ക് കൂടിയുള്ള ആ നട്ടലിന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കുട്ടികൾ കൈയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലേ. ആ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അടുത്ത സ്റ്റെപ്പ് എന്താ വരിക? മെല്ലെ കവിഴാൻ തോന്നും. കവിഴണ സമയത്ത് കുട്ടികൾ കവിണ് വീണ സമയത്ത് കവിണ് കഴിഞ്ഞിട്ട് തല പൊന്തിക്കാൻ നോക്കും.
കട്ടിന് തല പൊന്തിക്കാൻ നോക്കുക. അതൊക്കെ ഇതിനുള്ളൊരു വ്യായാമമായിട്ടാണ്, പ്രകൃതിയുടെ തന്നെ ഒരു വ്യായാമമാണ്, ആരും പറഞ്ഞു കൊടുക്കണ്ട. മാത്രമല്ല കവുന്ന് കഴിഞ്ഞാൽ പിന്നെ നീന്താൻ തുടങ്ങും. നീന്തിക്കഴിഞ്ഞ് കുറച്ചിങ്ങനെ നീന്തി മെല്ലെയാണ് പിന്നെ ഈ മുട്ടും കാലും കൈയും വെച്ചിട്ട് വല്ല പൊന്തി കഴിഞ്ഞിട്ടാണ് പിന്നെ ആ നട്ടലിന് ഉറപ്പ് വന്നു എന്നുള്ളത് പ്രകൃതിക്ക് തോന്നിയ ശേഷമാണ് കുട്ടികൾ ഇരിക്കുക. ഇരുന്നതിന് ശേഷമാണ് മെല്ലെ എണീറ്റ് നിൽക്കാൻ നോക്കുക. നിന്നിട്ടാണ് പെറുക്കെ നടക്കുക. പിന്നെ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വ്യായാമം ആയല്ലോ, പലതരം വ്യായാമങ്ങളായല്ലോ അതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് പ്രകൃതിയുടെ ഒരു വല്ലാതൊരു സംഭവമാണ്. പിന്നെ ഇതിൽ നമ്മൾ ഈ മുലപ്പാൽ 4 വർഷം, അതായത് 4 വർഷം സ്ഥിരമായിട്ട് കൊടുക്കണമെന്നാണ് പറയുക. പലരും അത് ചെയ്യില്ല. ഫിഗർ മെയിൻ്റനൻസ് ഒക്കെ നോക്കിയിട്ട് അവർ പിന്നെ ഒന്നുകിൽ ലാക്ടോജൻ 1, 2, 3, 4 അങ്ങനെ കുറേ സാധനം. പിന്നെ അതിന് പകരം പിന്നെ ഇൻ കേസ് ഇപ്പോൾ അമ്മയ്ക്ക് മുലപ്പാലില്ല എന്നുണ്ടെങ്കിൽ, മുലപ്പാലിൽ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ കൂടിയാണ് കുട്ടിക്ക്, അതിപ്പോൾ ഗർഭാശയത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ പൊക്കിൾ കൊടി കൂട്ടിയിട്ട് അതിൽ കൂടി അമ്മ കഴിക്കുന്ന ആഹാരം കുട്ടിക്ക് കിട്ടുക ചെയ്യുക. പക്ഷെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടിക്കുള്ള ആഹാരം ആദ്യത്തെ സ്റ്റാപ്പിൾ ഫുഡ് മുലപ്പാലാണ്. ആ മുലപ്പാൽ അത് കഴിക്കുന്ന ചിലവരെ മുലപ്പാലിന് കട്ടി ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ വാശി പിടിച്ചോണ്ട് കരഞ്ഞോണ്ടിരിക്കും. അതിന് എത്ര കഴിച്ചാലും വയറ് നിറയാത്തൊരവസ്ഥ വരും. അതിന് നമ്മൾ സാധാരണ പറയുക, ഈ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇവർ ഈ കുറച്ച് കോസ്റ്റ്ലിയാണ്, ഈ കുങ്കുമപ്പൂവ് ഇട്ടിട്ട് അമ്മ ഒരു ദിവസം 2 ലിറ്ററെങ്കിലും പാൽ കുടിക്കണം. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് അമ്മ 2 ലിറ്ററെങ്കിലും അമ്മ പാൽ കുടിക്കണം എന്നാണ് പറയാം. ഈ പാലിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് കളർ കുറഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ അമ്മ കുടിക്കുന്ന പാലിൽ കുങ്കുമപ്പൂ ഇട്ടിട്ട് കൊടുക്കും. പാലിൽ അധികം നമ്മൾ ഇടേണ്ടത് പഞ്ചസാരയല്ല, കൽക്കണ്ടമൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ പിന്നെയും കുട്ടിക്ക് കഫത്തിൻ്റെ ഉപദ്രവം വരില്ല. കാരണം ചെറിയ പ്രായം മുതൽ നമ്മൾ പറഞ്ഞല്ലോ, ബാല്യം കൗമാരം ആ ബാല്യാവസ്ഥയിൽ അധികവും കഫത്തിൻ്റെ ഉപദ്രവമാണ് ഉണ്ടാവുക. അപ്പോൾ കഫത്തിന് ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ തലയ്ക്ക് വെള്ളം വാരുന്നതും ഇതൊക്കെ. രസാദ് കൂടിയൊന്നും അന്നേരം തിരുമ്പില്ല. ഒരു 1-2 വയസ്സൊക്കെ അതിൻ്റെ ചോറൂണൊക്കെ കഴിഞ്ഞ ശേഷമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഈ മുലപ്പാൽ നിർത്തിക്കഴിഞ്ഞാൽ ആദ്യം കുന്നങ്കായയുടെ കുറുക്ക കൊടുക്കുക. കുന്നങ്കായ എന്ന് പറഞ്ഞൊരു കായ ഉണ്ടല്ലോ, ഈ നമ്മൾ വാഴപ്പഴത്തിൽ മൈസൂരുണ്ട്, പൂവനുണ്ട്, പിന്നെ കദളിയുണ്ട്, ചെങ്കദളിയുണ്ട്. അതിൽ കുന്നങ്കായ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിന് ഭയങ്കര ഔഷധ ഗുണമാണ്. അപ്പോൾ ഈ കുന്നങ്കായയുടെ കുറുക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മാതിരി അബദ്ധങ്ങൾ ആ സമയത്ത് ഇവർ ചെയ്യുമ്പോൾ ചിലവർക്ക് ഛർദിയായിരിക്കും ഭയങ്കര ഉണ്ടാവുക, മര്യാദയ്ക്ക് ഭക്ഷണം പോയില്ല. അപ്പോഴൊക്കെ എന്താ വെച്ചാൽ അവരുടെ അത് ആ കുട്ടിക്ക് കിട്ടേണ്ട പാലിലുള്ള പോഷകങ്ങൾ വളരെ കുറയുക. അപ്പോൾ ഈ കുന്നങ്കായുടെ കുറുക്ക് കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് വയറ്റിൽ പുണ്ണുണ്ടാവില്ല. ഇൻ കേസ് ഇതിനോട് ദഹനശേഷി വരുമ്പോഴാണല്ലോ, അത് നല്ലോണം ഓലക്കിണ്ണത്തിൽ വടിച്ചിട്ട് നല്ലോണം കുഴച്ചിട്ട് ഓലക്കിണ്ണത്തിൽ വടിച്ചിട്ട് ആണ് കുട്ടികൾക്ക് സ്പൂണിലൊക്കെ ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈ മുത്താറി, അതായത് റാഗി, പിന്നെ ഗോതമ്പ് കുറുക്ക് ഇതൊക്കെ കൊടുക്കുക. അത് ഇവരെ ദഹനത്തിനനുസരിച്ച്. അതേ സമയത്ത് നമ്മുടെ വയറ് തട്ടി നോക്കണം, കുട്ടിക്ക് ദഹനം ഉണ്ടോ, ശരിക്കും ഗ്യാസ് ഉണ്ടോ, ഈ വയറിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് കരച്ചിൽ വരുന്നുണ്ടോ, രാത്രി ഉറക്കമില്ലാണ്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ കുന്നങ്കായയുടെ കുറുക്ക് കൊടുക്കുക, അതും പാലിൽ തന്നെയാണല്ലോ കൊടുക്കുക. അത് പിന്നെയാണല്ലോ നമ്മൾ ചോറൂണെന്നല്ല ഈ അന്നപ്രാശം എന്നുള്ള ഒരു വരുന്നത്. ആദ്യം ജാതകരണ, നാമകരണ, പേരിടൽ കഴിഞ്ഞു, 28 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അന്നപ്രാശം. അതും നല്ലോണം ഈ ചോറ് നല്ലോണം കുഴച്ച് വേവിച്ചിട്ട്, ഇപ്പോൾ പതിയെ ആൾക്കാർ മിക്സിയിലിട്ട് അടിച്ചാൽ കൊടുക്കുന്നത്. അത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല, അതിന് ഗുരുത്വം കൂടുന്ന. മിക്സിയിൽ അടിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാനേ പാടില്ല. പിന്നെ മാത്രമല്ല, മുലപ്പാൽ കുടിക്കുമ്പോഴാണെങ്കിലും അയമോദകവും ജീരകവും ചോക്ക വറുത്തിട്ടിട്ട് അതിൽ കുറച്ച് കൽക്കണ്ടം പൊടിച്ചിട്ടിട്ട് ആ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കണം. കാരണം അതിന് ചോദിക്കാൻ അറിയില്ല ആ പ്രായത്തിൽ. വെള്ളം ദാഹിക്കണമെന്ന് പറയാൻ അറിയില്ല, കരച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കരച്ചിലുള്ള സമയത്ത് വെറും മുലപ്പാൽ മാത്രം കൊടുത്തുകൊണ്ട് കാര്യമില്ല, അത് ദഹിക്കും വേണമല്ലോ. അപ്പോൾ അമ്മ കഴിക്കുന്ന ആഹാരം ഇതിൻ്റെ വളരെ പ്രധാനമാണ്. അമ്മയ്ക്ക് കോൺസ്റ്റിപ്പേഷനോ ലൂസ് മോഷനോ ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, ഒരു നല്ല ഈ ചില്ലിങ് ഗ്ലാസ്സിൽ എന്നും ഡെയിലി കുട്ടിക്ക് മുല കൊടുക്കുന്നതിന് മുമ്പ് വൃത്തിയായിട്ട് മുല കഴുകിയതിന് ശേഷം അതിലേക്ക് ആ പാല് പീച്ച് കൊടുക്കുക. അത് നമ്മൾ മിൽക്ക് മെയ്ഡ് പോലെ അല്ലെങ്കിൽ തേന്, കട്ടിയുള്ള തേന് പോലെ ഇറങ്ങാൻ പാടില്ല, അത് വേഗം ലയിക്കണം എന്നാണ്. അപ്പോൾ നല്ല പാലെന്നാണ് പറയുക. ഇനി ആ പാലിൻ്റെ ദുഷ്പ് വരാൻ പാടില്ല, അപ്പോൾ അത് കുട്ടിക്ക് ദഹിക്കില്ല. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിത ശൈലിയിൽപ്പെട്ട സംഭവങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തെ ഇപ്പോഴത്തെ ഈ അണുകുടുംബം, ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ പോയതാണ് ഇതൊക്കെ പറ്റിയത്. അല്ലെങ്കിൽ മുത്തശ്ശിമാർക്കും ഇവർക്കൊക്കെ അറിയാം. മാത്രമല്ല, ഒരു കുടുംബത്തിലേക്ക് സ്വന്തമായിട്ട് ഇവരുണ്ടാവും. അതാ ഈ മറ്റേ ഈ പ്രസവം എടുക്കുന്ന ആൾക്കാരുണ്ടാവും. പണ്ടൊന്നും ഹോസ്പിറ്റലുകളില്ലല്ലോ.
അപ്പോൾ ഇവരാണ് ഇതിന് കോംപ്ലിക്കേഷൻ വന്നാലൊക്കെ ഇവരെ നോക്കാനൊക്കെ ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ് ഓവർ ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ചില മരുന്നുകൾ യുക്തിവിദ്യകളുണ്ട്. ഒക്കെ ആയുർവേദം പറയുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ പിന്നെ അത് ഗർഭാശയം ചുരുങ്ങാനായിട്ട് ഈ പ്രസവം ഒരു ഫോഴ്സാണല്ലോ, നമ്മുടെ അപാനവായുവിൻ്റെ ഒരു പ്രസിങ്, അത് ആ ഫോഴ്സ് വന്നിട്ടാണ്. മാത്രമല്ല കൂടുതൽ അവർ മുക്കാൻ പറയും, കുട്ടികളോട് മുക്കാൻ പറയും. ഡെലിവറി സമയത്ത് വയറിനെ ഞെക്കി കൊടുക്കും ഡോക്ടർമാർ, ഇതൊക്കെ ചെയ്യാലോ. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ എന്താ വെച്ചാൽ വിറ്റോസിൻ്റെ ഇത് കൊടുത്തിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് വേദന അങ്ങോട്ട് ഉണ്ടാക്കിക്കുക. മാത്രമല്ല അതിന് മുമ്പ് തന്നെ ഗർഭം ധരിക്കുന്ന സമയത്ത് ഹോർമോൺ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഹോർമോൺ ഗുളികയാണ് അധികം ആൾക്കാർ കഴിച്ചിട്ട് ഇപ്പോഴുള്ള പ്രവണത എന്ന് വെച്ചാൽ ഈ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോവുക, അത് ഇവരെ നല്ല നക്ഷത്രം നോക്കുക, സീസേറിയൻ ചെയ്യുക. ഈ സീസേറിയൻ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ പ്രകൃതിയാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന അതിനെ നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ നാച്ചുറലായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഇത് കുറയും. പിന്നെ അതുപോലെ ഒരു ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആഫ്റ്റർ ഡെലിവറി കെയർ അതൊന്നും ഇപ്പോൾ എവിടെയും കിട്ടില്ല. ഇപ്പോൾ ഉണ്ട് കേട്ടോ, ഇപ്പോൾ ഉണ്ട്. അപ്പം ലക്ഷക്കണക്കിന് ഉപയോഗം കൊടുത്തു കഴിഞ്ഞാൽ പല ഹോസ്പിറ്റലുകളും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, ആഫ്റ്റർ ഡെലിവറി കെയർ തുടങ്ങിയിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടിക്ക് പാല് കുടിച്ചിട്ട് പാലിന് കട്ടി കുറവുള്ളവരാണെങ്കിൽ ഉഴുന്ന് പരിപ്പിട്ട് തിളപ്പിച്ച പാല്, നമ്മുടെ ഇതില്ലേ സാധാരണ ഇഡ്ലിക്കൊക്കെ ഇടുന്ന ഉഴുന്നുണ്ടല്ലോ, അതിൻ്റെ പരിപ്പുണ്ടല്ലോ, അത് 2 സ്പൂൺ ഇട്ടിട്ട് അതിലേക്ക് ലേശം ഈ എന്താ പറയുക ഒരു മധുരമുള്ള രീതിയിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ദാഹത്തിന് കൊടുക്കുന്നത് മുലപ്പാൽ മാത്രമല്ലാണ്ട് അയമോദകവും ജീരകവും വെറുതെ ഓട്ടലിട്ട് ഈ ചീഞ്ചട്ടിയിൽ ചോക്ക വറുത്തിട്ട് അത് 1 ഔൺസ് വെള്ളം കരുതി വയ്ക്കുക, ഒരു കഷായം പോലെ ചെറുതായിട്ട്. അതിലേക്ക് നമ്മൾ ഈ മുലപ്പാലിൽ അതേ ടേസ്റ്റ് വരാനായിട്ട് കൽക്കണ്ടം, നമ്മുടെ സ്ക്വയർ കൽക്കണ്ടം ഉണ്ടല്ലോ, ഹോട്ടലിലൊക്കെ കിട്ടില്ലേ നമ്മൾ ഈ ഇതിൻ്റെ കൂടെ എന്താ പെരുംജീരകത്തിൻ്റെ കൂടെ ഒരു കപ്പിൽ ഇത് വെക്കില്ലേ അവർ, അതുപോലത്തെ കൽക്കണ്ടം കുറച്ചുകൂടി നന്നായിരിക്കും. പനക്കൽക്കണ്ടമാണെന്നല്ല, പനക്കൽക്കണ്ടമൊക്കെ പിന്നെ കുട്ടികൾക്ക് കുറച്ച് വലുതായതിന് ശേഷം നമ്മൾ കപ്പത്തിന് വേണ്ടി കൊടുക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം ഇവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ മെൻസ്ട്രൽ പീരീഡ് വളരെ പ്രധാനമാണ് ഈ അമ്മയുടെ. എന്താ വെച്ചാൽ മെൻസ്ട്രൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭാശയ ശുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞങ്ങളിതിൽ പറയണത് ദ്വാദശാദൂർദ്ധം വ്യാധി പഞ്ചാശതക്ഷയം മാസി രജസ്ത്രീണാം രജതം സ്രവതി ത്രയഹം 3 ദിവസം ഉണ്ടാവുന്ന. അപ്പം ആരോഗ്യമുള്ളവരനുസരിച്ച് 3-ൽ കൂടുതൽ ഉണ്ടാവാം അവർക്ക്. ആ സമയത്ത് ഈ പുറത്തേക്ക് പോണ ആർത്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗർഭാശയത്തിൻ്റെ ഒരു ലെയർ പൊളിഞ്ഞു പോകുന്നതാണ്. അത് പ്രകൃതിയുടെ ഒരു ഹോർമോണിൻ്റെ ഒരു സംഭവമാണത്. അപ്പോൾ അത് 10-12 വയസ്സുള്ള പെൺകുട്ടികൾ അമ്മേൻ്റെ അടുത്ത് കിടക്കുമ്പോൾ ആ ചൂട് തട്ടുമ്പോൾ അമ്മയ്ക്ക് അറിയാം ഏകദേശം ഇവിടെ ഋതുമതിയാവാറായി എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, ആ സമയത്ത് ഇപ്പോൾ ഇന്നത്തെ സ്റ്റൈലിൽ ഈ ടൈറ്റ്സ് ഡ്രസ്സ് ഇടാൻ പാടില്ല, ഈ ടൈറ്റ് ഡ്രസ്സ് ഇടുക. അതേപോലെ പണ്ടൊക്കെ ആണെങ്കിൽ ഇവർ തുണിയാണ് പാഡായിട്ട് ഉപയോഗിക്കുക. നല്ല വൃത്തിയുള്ള തുണി നന്നായിട്ട് ഇതിലാക്കിയിട്ട് തച്ചു കൊടുക്കണ മാതിരി കൊടുക്കുക ചെയ്യുക. അപ്പോൾ അതിലെങ്ങനെയാ വെച്ചാൽ ഈ കറ പിടിക്കാൻ പാടില്ല തീരെ. എന്താ പറയുക, ഈ PCOD ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർ ഒരു കട്ടയായിട്ട് പോകും. പിന്നെ മാത്രമല്ല അടിവയറ് വേദന ഉണ്ടാവും. ബ്ലഡ് ശരിക്കും ശരീരത്തിലില്ലെങ്കിൽ, അതായത് പറഞ്ഞ മാതിരി പച്ചക്കറികളും ഈ ചീരകളൊന്നും കഴിക്കാത്ത പെൺകുട്ടികളാണെങ്കിൽ, ഇപ്പോഴത്തെ മോഡേൺ കുട്ടികളെ പോലെ ചോക്ലേറ്റും ഇതും ഫാസ്റ്റ് ഫുഡും കഴിക്കണവരൊക്കെ ആണെങ്കിൽ ബ്ലഡ് ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും പറയുന്ന ഒരു കോമൺ സംഭവമാണ്, അത് അയൺ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ്. അപ്പോൾ കാലിൻ്റെ മസിൽ കയറുക, അടിവയറ് വേനിക്കുക, ഇതൊക്കെ ഒരു പ്രത്യേക ലക്ഷണം. പിന്നെ കുനിഞ്ഞ് മുറ്റടിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുനിഞ്ഞുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പൊക്കിൻ്റെ 2 സൈഡിൽ നിന്ന് പിടുത്തം വരിക, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണമാണ്. ബാക്ക് പെയിൻ ഉണ്ടാവുക, ഇതൊക്കെ ഈ PCODൻ്റെയും ഈ ഗർഭാശയത്തിൽ മുഴ ഉണ്ടാവുന്നതിൻ്റെ. അതായത് നമുക്ക് ജലദോഷം വന്ന്, മൂക്കടപ്പ് വന്ന്, തുമ്മിൽ തൊണ്ടയിൽ കഫം കെട്ടി, ചെസ്റ്റിൽ കഫം നിറച്ച്, അങ്ങനെ ആസ്മ പോലെ വരുന്നതിൻ്റെ ഒരു ഡിസെൻഡിങ് ടൈപ്പ് ഓഫ് ഒരു പ്രോസസ്സിംഗ് ആണ് ഇതും. ഈ PCOD ഉള്ളവർക്കൊക്കെ ഭാവിയിൽ ഇവരെന്താ ചെയ്യുക, അത് ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ വൈറ്റ് ഡിസ്ചാർജോ, അത് പ്രശ്നമല്ല എന്ന് പറയുന്നത്. കാരണം അവർക്ക് കച്ചവടമാണ് മുഴുവൻ, അലോപ്പതിക്കാർക്ക് മുഴുവൻ ബിസിനസ്സാണ്. ഞാൻ അവരെ കുറ്റം പറയല്ല, പ്രവണത കണ്ടു വന്നേക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് അങ്ങനെ ഇതിൻ്റെ അകത്ത് ഈ ഇത് മൾട്ടിപ്പിൾ നമ്മൾ അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ബ്ലീഡിങ്ങിന് വ്യത്യാസം വരും. പിന്നെ അത് ക്രമേണ അവരെന്താ പിന്നെ സജസ്റ്റ് ചെയ്യുക, യൂട്രസ് അങ്ങോട്ട് റിമൂവ് ചെയ്യാൻ പറയും. യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ സാധാരണ ഈ പറഞ്ഞ മാതിരി വ്യാധി പഞ്ചാശതക്ഷയം, പണ്ടത്തെ ആൾക്കാരൊക്കെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നവരാണ്. വെള്ളം കോരുക, നെല്ല് കുത്തുക, അടയ്ക്കുക, വിൽക്കുക, എല്ലാം ചെയ്യണം. അവരെല്ലാ ജോലികളും ഫിസിക്കലായി ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ ഒരു ആരോഗ്യം, അവർക്ക് എത്ര ഡെലിവറി വരെ കഴിഞ്ഞ മുത്തശ്ശിമാരുണ്ട് അറിയോ, കണ്ണിൻ്റെ അസുഖങ്ങൾ ഒന്നുമില്ലാണ്ട് മുടിയൊക്കെ നല്ല നരയ്ക്കാത്ത മുടിയൊക്കെ ആയിട്ടുള്ള ഒരുപാട് മുത്തശ്ശിമാർ. അത് അവരുടെ മെയിൻ്റനൻസ് ആണ്, നമ്മൾ അവരെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതൊരു നമുക്ക് ഏറ്റവും വലിയൊരു നഷ്ടബോധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അങ്ങനത്തെ സീനിയർ സിറ്റിസൺ എല്ലാവരെയും കൊണ്ടുപോയിട്ട് നമ്മൾ വൃദ്ധസദനത്തിൽ ഇടുകയല്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഉപദേശം തരാൻ ആരുമില്ല.
ഇതൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യലാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം എന്താ വെച്ചാൽ ഈ കാണിക്കുന്ന ഈ പാഡും കാര്യങ്ങളൊക്കെ അത് നേരെ ഫ്ലഷിൻ്റെ അകത്തേക്ക് ഇട്ട് ഇതാക്കുക, അത് തന്നെ ഏറ്റവും അൺഹൈജീനിക് ആയിട്ടുള്ള സംഭവമാണ്. മാത്രമല്ല അതിൻ്റെ ടി വിയിൽ പരസ്യം കണ്ടറിയാം, കുതിരപ്പുറത്ത് കയറി ഓടുക, പിന്നെ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുക, ഈ കാര്യങ്ങളൊന്നും ഇന്ന് ആ സമയത്ത് ചെയ്യാൻ പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഗർഭാശയത്തിൻ്റെ ലെയർ പൊളിഞ്ഞു പോണത്, അതായത് ഈ ഗർഭം ധരിക്കാൻ, ഈ ബീജം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇതായിട്ട് ഗർഭം ധരിക്കാൻ പ്രാപ്തമാവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രതിഭാസമാണത്. ആ സമയത്ത് റെസ്റ്റ് എടുക്കണം. അന്ന് തല കുളിക്കാൻ പാടില്ല. കാരണം അതൊരു ഹോർമോണിൻ്റെതായതുകൊണ്ട് നമ്മളെ തലയെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗാത്രേഷു സർവേഷു സ്ഥിരപ്രധാനം, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം മാസ്റ്ററുകളായത് ഇതെല്ലാം നിൽക്കുന്നത് തലയിലാണ്. അപ്പോൾ അന്ന് തല നനച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോ മര്യാദയ്ക്ക് വരില്ല. അത് നാച്ചുറലായിട്ടുള്ള ആ ശുദ്ധി വരണം, ഗർഭാശയ ശുദ്ധി വരണം. അതിനാണ് ഈ പീരീഡ്സ് ക്ലിയർ ആവണം എന്ന് പറയുന്നത്. അത് തനിയെ നിൽക്കുകയും ചെയ്യും. ആദ്യം കുറച്ചൊരു ചെറിയ സ്പോട്ടിങ് വന്ന്, പിന്നെ ഹെവി ഫ്ലോ വന്ന്, പിന്നെ അത് വലിയ അങ്ങനെ ഓരോരുത്തർ ശരീരപരം അനുസരിച്ചിട്ട് അത് വല്ല കുറയും. ഇപ്പോൾ ഉള്ള അമ്മമാർ വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഈ വക നല്ല ഉപദേശങ്ങളായിരിക്കണം. കാരണം ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ഈ വീര്യബന്ധം സുതം സൂത എന്ന് പറഞ്ഞ മാതിരി ശരിക്കും പറയേണ്ട മാരേജിൻ്റെ ഏജ് തന്നെ ഒരു 10 years ഡിഫറൻസ് ഉണ്ടാവണമെന്നാണ് പറയാം. അതായത് പഞ്ചവിംശേ തതോ വർഷേ പുമാൻ നാരീത് ഷോഡശേ, അങ്ങനെയാണ് ഏജ് ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ സമത്വാഗത വീരവതോ ജാനീയാത് കുശലോ വിഷക, അത് ആൺകുട്ടിയെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളത് ആൺകുട്ടികളാവുന്നതാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. അതേപോലെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമുക്ക് പഴയ മുത്തശ്ശിമാരൊക്കെ പറയും, എനിക്ക് അനുഭവം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഇവരുടെ വയറിൻ്റെ ഷേപ്പ്, അതുപോലെ ഇവരുടെ ആക്ടിവിറ്റീസ്, അമ്മയുടെ ആക്ടിവിറ്റീസ്, ഗർഭിണിയായിട്ട് ഒരു 8 മാസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത് പറയാൻ പറ്റുമല്ലോ. ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഒരു 4 മാസം വരെ കുലുക്കുള്ള വാഹനങ്ങൾ സഞ്ചരിക്കാൻ പാടില്ല. എന്താ വെച്ചാൽ അബോർഷൻ ഉണ്ടാവും, ഗർഭപാതം ഉണ്ടാവും. അബോർഷൻ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഹാബിച്വലായിട്ട് അബോർഷൻ വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അബോർഷൻ വരാനുള്ള കാരണങ്ങൾ നമ്മൾ വെയിറ്റെടുക്കാണ്ടിരിക്കുക, പടിചാടി ഇറങ്ങി ഓടാണ്ടിരിക്കുക, അങ്ങനത്തെ ഈ സാഹസങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക, വെയിറ്റ് പൊന്തിക്കുക, ഈ കുലുക്കുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കുക, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ. ഹമ്പ് ചാടുക, ചിലപ്പോൾ ബസ്സിനൊക്കെ കയറിയിരിക്കുമ്പോൾ ഗർഭിണിയുടെ ഇരുന്നുണ്ടെങ്കിൽ ഡ്രൈവർ ഗീറൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഹമ്പൊക്കെ എടുത്ത് ചാടും. അതൊക്കെ വളരെ എഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അന്നേരം പിന്നെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ എന്തൊക്കെ കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എന്തൊക്കെയുള്ള നിർത്താനുള്ള മരുന്നുകളൊക്കെ തരും, തൽക്കാലം ബ്ലീഡിങ് നിൽക്കാനുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 പീരീഡ്സ് വളരെ വാച്ച് ചെയ്യണം, കൃത്യമായിട്ട് ആർത്തവം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ അതല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് അവർ പോവുക ഹോർമോണിലേക്കാണ്. ആ ഹോർമോണിൻ്റെ വ്യതിയാനം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സ്വന്തം ശരിയായിട്ടുള്ള ആ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പ്രവർത്തനം അങ്ങോട്ട് നരയ്ക്കുക. പിന്നെ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തീരും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. പിന്നെ 8 മാസം വരെ കുരുക്കുള്ള വാഹനങ്ങൾ സഞ്ചരിക്കാതിരിക്കുക. അപ്പോൾ ഈ വയറിൻ്റെ കാര്യങ്ങളൊക്കെ ഈ പ്രായമുള്ള ആൾക്കാർ നോക്കിയാൽ, ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് 1-2 വയറ് കണ്ടിട്ട് ആൺകുട്ടിയാവോ പെൺകുട്ടിയാവോ എന്ന് പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ആയിട്ടുമുണ്ട്, ഇല്ലയെന്നറിയില്ല. അത് ഇവരുടെ ആക്ടിവിറ്റീസ് കണ്ടറിയാം. ഒരു സ്വതവേ പറയാറില്ല വെച്ചാൽ ഈ പെൺകുട്ടീനെയാണ് ഗർഭം ധരിച്ചേക്കണെന്ന് വെച്ചാൽ ഈ പാട്ട്, ഡാൻസ്, ആ വക സുകുമാര കലകളൊക്കെ ഇവർക്ക് ഭയങ്കരതായിട്ടുണ്ട്, ശാസ്ത്രത്തിന് പറയുന്നുണ്ട്. അതുപോലെ മറ്റവർ ഈ എന്താ പറയുക, ആണാണ് വയറ്റിലുള്ള വെച്ചാൽ അതുപോലെ തന്നെ ഈ ഗുസ്തിയുള്ള സിനിമ ആണ്, അങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പറയുകയാണെങ്കിൽ ആ വക ഇവരെ മാസ്കുലിനായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അവർ പറയണത്. അതുപോലെ മറ്റേ ഫെമിനൈനായിട്ടുള്ള കാര്യങ്ങൾ അത് നോക്കിയാൽ മുഖവചിതം പറയാൻ പറ്റും. പിന്നെ വയറിൻ്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ പറയാം എന്ത് കുട്ടിയാണ്, ഇരട്ട കുട്ടികളാണോ 1-2 എന്നൊക്കെ ഉള്ളത്, ഏത് ഭാഗത്താണ്. അതായത് ആ വയറിൻ്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവർ സ്റ്റെപ്പ് ചെയ്യണത്, ഇരുന്നിട്ട് എണീറ്റ് നടക്കുന്ന സ്റ്റെപ്പ് ചെയ്യണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആണോ പെണ്ണോ എന്നൊക്കെ ഉള്ളത്. അതിന് കുറച്ചൊരു എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അങ്ങനെ ഈ വക കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇത് നമുക്ക് നമ്മളെ ജനനം, നമ്മൾ ജനിച്ചു, നമ്മൾ കുട്ടിയായി, ഇനി അടുത്തത് ബാല്യത്തിലേക്ക് കിടക്കുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചുകൂടി എണീറ്റ് നടക്കാറുന്ന കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരെ വാശിക്ക് മെനക്കെടാൻ നിൽക്കരുത്. അമ്മ പറഞ്ഞ മാതിരി നിത്യം ഈ 6 ദിവസങ്ങളും അടങ്ങിയ ഭക്ഷണങ്ങൾ കുറേശ്ശെ മാറി കൊടുക്കണം. ഓരോ സീസണലായിട്ട് കിട്ടുന്ന ഭക്ഷണം കൊടുക്കണം. ഒരേ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഭക്ഷണം കഴിക്കില്ല. പിന്നെ അതിനെന്നോട് ഒരു മടുപ്പ് തോന്നും. പിന്നെ അതുപോലെ നിത്യശോധന വയറ്റുന്ന് പോകുന്നത് കൃത്യമായിട്ട് പോകണം. അത് പല കുട്ടികൾക്കും കണ്ട സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ഈ പ്രത്യേകിച്ച് ചിപ്സ് കാര്യങ്ങളൊക്കെ കഴിക്കേണ്ട. ഈ നേന്ത്രക്കായുടെ ചിപ്സൊക്കെ ഒരു ചിപ്സ് കത്തിച്ച് കഴിഞ്ഞാൽ അതിന് 1.5 സ്പൂൺ എണ്ണ ഇട്ടുന്ന. അപ്പോൾ ആ വക ചിപ്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ബേക്കറിയുള്ള ഈ ഒട്ടിച്ച ബിസ്ക്കറ്റുകൾ, പ്രത്യേകിച്ച് ക്രീം ബിസ്ക്കറ്റ്സ് വളരെ ഇതായിട്ടുള്ള സംഭവമാണ്. ഒരിക്കൽ ഞാൻ ഇവരുടെ ഏഷ്യാനെറ്റിൻ്റെ ഒരു ഇയാളുടെ ജോർജ് കുളങ്ങരയാണ് മറ്റാരോ ഇയാളുടെ കുറേ സ്ഥലങ്ങൾ പോയി സന്ദർശിച്ച് നോർത്ത് പോളിൽ പോയ സമയത്ത് അവിടേക്ക് ഒരു സാധനം കുക്ക് ചെയ്യാൻ പറ്റില്ല, ഐസൻ്റെ മൊത്തം.
ചോക്ലേറ്റാണ് കൊണ്ടുപോവുക. ഇപ്പം എല്ലാ വീട്ടിലും ഇവർക്ക് നേരെ ആദ്യം കൊടുക്കുക ഈ ലാക്ടോജന് അത് ഇതൊക്കെ കഴിഞ്ഞാൽ നേരെ കൊടുക്കുക പിന്നെ ചോക്ലേറ്റാണ്. ഈ പോഷകപ്പൊടിയൊക്കെ ഉണ്ടല്ലോ ഇതിൽ കൊടുക്കുന്നതാണ്. പോഷകപ്പൊടിയൊക്കെ അത് ഓടിക്ക് നടക്കാൻ തുടങ്ങുന്ന കുട്ടികളെ, ആക്റ്റീവായിട്ട് ഓടി നടന്ന് കളിക്കുന്ന കുട്ടിയൊക്കെ പോഷകപ്പൊടി കൊടുത്താലേ അതിന് വളർച്ച ഉണ്ടാവും. പിന്നെ അതുപോലെ നവരേരി നുറുക്കരി ആക്കിയിട്ട് കഞ്ഞിയൊക്കെ വെച്ച് കൊടുക്കുക. ചെറുപ്പത്തിൽ ബേസിക്കായിട്ട് കിട്ടുന്ന ആ മുലപ്പാലും അതിന് ശേഷം കിട്ടുന്ന ആ ഒരു ആഹാര പരിചരണവും അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മളെ ബേസിക്കായിട്ട് വരുന്ന പ്രതിരോധശേഷി തരുന്ന, നമുക്ക് കർമ്മശേഷി തരുന്ന ഇത്. മാത്രമല്ല കൂടുതൽ വ്യായാമം വേണം കേട്ടോ. കുട്ടികളെ കളിക്കാനൊക്കെ വിടണം, നീന്താൻ വിടണം, ഇതൊക്കെ കുറച്ച് മഴ കൊള്ളാൻ വിടണം, മണ്ണ് കളിക്കാൻ വിടണം. ഇപ്പോൾ ഉള്ള ഒരു സാധനം ചെയ്യാനൊന്നുമില്ല. മൊബൈലും കൈ കൊടുത്താൽ വീട്ടിൻ്റെ അകത്ത് ഇരിക്കാനേ പറയും കുട്ടികളോട്. അതല്ലെങ്കിൽ TV തുറന്നു കൊടുത്തിട്ട് എന്താ ഈ കൊച്ചു TV അതോ ഇതൊക്കെ കണ്ടിരിക്കുക. അതൊന്നും അല്ല വേണ്ടത്. കുട്ടികൾ കുറേ കൂടി അവരെ വളരാൻ അവരെ സഹായിക്കുക നമ്മൾ വേണ്ടത്. അപ്പോൾ വരുന്ന തലമുറയെ നമ്മുടെ ജീവിത ശൈലി അവർക്ക് അവരുടേതായ ഒരു നല്ല ശൈലി, ആരോഗ്യകരമായ ശൈലി ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ലൊരു ഭാവി, ബുദ്ധിശക്തി വളരാൻ. നമ്മളിതിൽ പറയുന്നുണ്ട് ധീധൃതി സ്മൃതി മേധ അഗ്നികാംക്ഷീണാമി ശസ്യതേ കൃതം എന്നുള്ള. സാധാരണ നമ്മൾ പരിപ്പും ചോറൊക്കെ കുട്ടിയൊക്കെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കും. ആ നെയ്യ് കണ്ണിൻ്റെ ദൃഷ്ടിക്ക് വളരെ നല്ലതാണ്, ഓർമ്മശക്തിക്ക് നല്ലതാണ്. ധൃതി സ്മൃതി ഇതൊക്കെ ഈ ഓർമ്മയെ പറ്റിയിട്ടില്ല. പിന്നെ അഗ്നി എന്ന് പറയുന്നത് നമ്മുടെ ജഠരാഗ്നിയുടെ ഈ സാധാരണ ഹോമിക്കുമ്പോൾ തീ കത്തുന്നുണ്ടല്ലേ, അതുപോലെ ഈ കുട്ടിയുടെ ഡൈജഷൻ അനുസരിച്ചിട്ട് ഈ ഇതിൽ നെയ്യിൻ്റെ അംശങ്ങൾ കൊടുക്കേണ്ടത് വളരാൻ കുട്ടികളെ സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ ഈ ഐസ് വാട്ടർ കൊടുക്കുന്ന പ്രവണത അത് നിർത്തുക. അഗ്നിബലം കുറയും. ഐസ് വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി ഇതാവും, ഡൈലൂട്ടഡ് ആവും. അപ്പോൾ ശരിക്കും ഡൈജഷൻ കിട്ടില്ല. അപ്പോൾ മുഴുവൻ ഈ പെപ്സി അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ, ഈ പാക്കറ്റ് കിട്ടുന്ന ഓരോ സിപ്പപ്പ് അത് ഇത് അങ്ങനത്തെ ഒന്നും ഈ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. വീട്ടിലുണ്ടാക്കിയ ഉണ്ണിയപ്പോ ഇലയുടെയോ അല്ല അങ്ങനത്തെ നമുക്കറിയുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരങ്ങൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആരോഗ്യകരമായിട്ട് വളരും. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വിചിന്തനം ഇവിടെ അവസാനിക്കുകയാണ്. ജീവിതശൈലി വിചിന്തനം. അതിൽ അമ്മേനെയും കുട്ടിയെയും കുറിച്ച് രണ്ടാളെയും കുറിച്ച് പറഞ്ഞു. അപ്പോൾ അമ്മ സ്വീകരിക്കേണ്ട മെത്തേഡുകൾ, അവരുടെ ആഹാര രീതികൾ, അവരെ അധികാളം ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് എങ്കിലും നമ്മളാലാവുന്നത് നല്ല സതുപദേശം അവർക്ക് കൊടുക്കുക, അവരെ നല്ല സത്പുത്രന്മാരായിട്ട് സത്പുത്രികളായിട്ട് വളരാൻ അവരെ സഹായിച്ചു കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ